യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോടെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി മുറിച്ചു കടക്കുക ഇസ്രായേലിയർക്ക് അസാധ്യമായിരുന്നു. അപ്പോൾ യോശുവ അവരോട് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപേ തന്റെ ജനത്തിന്റെ വിശ്വാസവും ഒരുക്കവും അനുസരണയും സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോടെ വിശ്വസ്തത പുലർത്തിയപ്പോൾ അടുത്ത ദിവസം പുരോഹിതന്മാർ നിയമപ്പെട്ടകം പേറി വെള്ളത്തിൽ കാൽ വെച്ചപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. പ്രതിബന്ധങ്ങൾ യോർദാൻ നദി പോലെ എത്ര വലുതാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നടക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് കല്ലറയിലടക്കിയ ലാസറിന്റെ അടുക്കൽ യേശു എത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിയായ മാർത്തയോട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. യേശു പ്രാർത്ഥിച്ചു. ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ മരിച്ച ലാസർ ജീവനോടെ പുറത്തു വരുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നമ്മുടെ ശൂന്യത ദൈവത്തിന്റെ കരുണയാൽ നിറയും. ദൈവത്തിൽ വിശ്വസിക്കുക, അവനെ അനുസരിക്കുക, അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുക. നമ്മുടെ രാജാവും പരിശുദ്ധനായ യഹോവ, ഇസ്രായേലിന്റെ സൃഷ്ടാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം, സകല വിഷയവും അവനിൽ ഭരമേൽപ്പിക്കാം. അവൻ അതിശയം പ്രവർത്തിക്കും. ഏവരെയും ദൈവ സമാധാനത്താൽ നിറയ്ക്കട്ടെ. ആമേൻ.